ഈ വീട്ടിൽ എന്തൊരു പ്രശ്നമുണ്ട്. ചിരിപ്പിക്കാണ്ട് അങ്ങോട്ട് പോവാവോ? ഈ വീട്ടിൽ എന്തോ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. അതെന്നാടി ലിയയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ. ഇതെന്നാ നോക്കട്ടെ. ഇത് പഴയ കാലത്ത് എന്തോ താളാന്ന് തോന്നണേ. അതാന്നാ തോന്നുന്നേ. എന്താ ഇത്? മഹാരാജാവിൻ്റെ മരണം ഒരു ദുരൂഹതയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും ഈ ബംഗ്ലാവിൽ അലഞ്ഞു നടക്കുന്നു. പണ്ട് അദ്ദേഹം ധരിച്ചിരുന്ന ആ നിഗൂഢ മോതിരത്തിന് വലിയ ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഈ കൊട്ടാരത്തെ ഇപ്പോഴും ഭീതിയുടെ തടവറയിലാക്കി മാറ്റുന്നത്. ഇതെന്താ? നീ പറഞ്ഞ ശരി, ഇവിടെ എന്തോ ഉണ്ട്. ഒരു ദിവസം ആ രാജാവ് വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അയാൾക്ക് വലിയ ശക്തിയുള്ളൊരു മോതിരമുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു തൊഴിലാളി ആ മോതിരം കണ്ട് അടിച്ചു മാറ്റാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. ആ സമയം ഓടി വന്ന തൊഴിലാളി രാജാവിനെ കുത്തിമലർത്തി അവരുടെ കയ്യിലുള്ള ആ ശക്തി മോതിരം അടിച്ചു മാറ്റിക്കൊണ്ട് നാടുവിട്ടു. അങ്ങനെയായിരുന്നു ആ സംഭവം. അതിനുശേഷം ആ രാജാവിൻ്റെ ആത്മാവ് ഇവിടെ ഇപ്പോഴും അലഞ്ഞു നടക്കാറുണ്ടായിരുന്നു. എടാ കാർത്തിക, ഇതുവല്ല നിനക്ക് മനസ്സിലായോ? മനസ്സിലായില്ല. ഇതാണ് മോതിരം തപ്പൻ്റെ മാപ്പ്. മനസ്സിലായോടാ? ഇതാണ് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ. ഇതുവഴി പോയി തുരുത്തുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് മോതിരം എടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വെക്കണം. എന്നാലാണ് രാജാവിന് ശാന്തി കിട്ടുള്ളൂ. അപ്പോൾ ഇത് കുഴിക്കണ്ടേ? ഈ മാപ്പിൽ കാണുന്ന സ്ഥലമാണ് ഇതേ കാണുന്നത്. പോവാം. ഇത് ഭയങ്കര പാടാലോ അല്ല? അതേ നമുക്ക് ശ്രമിക്കാം. ഇത് നമ്മുടെ കയ്യിലുള്ള പോലത്തെ മാപ്പാണല്ലോ. എടി നീ ഒരു കമ്പെടുത്ത് തന്നേടി. ഇതാ. ആ മോതിരം കിട്ടിയെന്നാ തോന്നുന്നു. ഇതാണ് രാജാവിൻ്റെ മോതിരം. എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വെക്കണമല്ലോ. ഇത് കണ്ടിട്ട് ഇപ്പോൾ വലിയ ശക്തിയുള്ള മോതിര.